മല്ലു ക്രിപ്റ്റോളജിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കുറേ ന്യൂസുകളും കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ നല്ല രീതിക്കുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ബിറ്റ്കോയിൻ ഒരു 71K ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതീരിയം 3558, ഏകദേശം 1% തന്നെ ഇതീരിയം മൂവ് ചെയ്തിട്ടുണ്ട്. BNB 5% മൂവ് ചെയ്തിട്ട് $611 ആയിട്ടുണ്ട്. സൊലാന മൂവ് ചെയ്തിട്ടുണ്ട്, XRP മൂവ് ചെയ്തിട്ടുണ്ട്. സോ ഡോജ് കോയിൻ, ടൺ ഈ ഒരു കോയിൻ ടെലഗ്രാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 2.76 ട്രില്യൺ ആണ് ആയിട്ടുള്ളത്. നമ്മൾ ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ബിലോ 1 ട്രില്യൺ. സോ ആ റീജിയനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നല്ലൊരു ജമ്പാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഏകദേശം 3 ഇരട്ടിയോളം വന്നിട്ടുണ്ട്, 2 ഇരട്ടിയോളം വന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾക്കറിയാം, അത് മാർക്കറ്റ് എന്തായാലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളുടെ ബാഗുകൾ, നിങ്ങൾ ബൈ ചെയ്തിട്ടുള്ള ടോക്കൺസ് ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റീവിസിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കുക. ഓക്കെ, അതേപോലെ അതിൻ്റെ ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 50% ആയിട്ടുണ്ട്. ഇതീരിയത്തിൻ്റെ 15.5% ആയിട്ടുണ്ട്. സോ അതൊക്കെ ഒന്ന് നോക്കി നോക്കിയാൽ നല്ലതാണ്, ബിക്കോസ് അതും നല്ല രീതിക്കുള്ള മാർക്കറ്റിൽ മൂവ്മെൻറ്റ് നടത്തുന്ന ടോക്കൺസാണ്. സോ താഴേക്ക് വന്ന് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് 70,494 നമ്മൾ അതിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് നമ്മൾ അടുത്തൊരു ഇതിൽ സംസാരിക്കുന്നതാണ്. സോ എന്തായാലും ലാസ്റ്റ് 24 അവർ റേഞ്ചിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് നോക്കി നോക്കാം. ലാസ്റ്റ് 24 അവർ റേഞ്ച് നോക്കുകയാണെങ്കിൽ നിയോ എന്ന് പറഞ്ഞുള്ള ടോക്കൺ 12% പമ്പ് ചെയ്തിട്ടുണ്ട്. മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. ടൺ കോയിൻ 12% പമ്പ് ചെയ്തിട്ടുണ്ട്. ടൺ കോയിനിൽ എന്താണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടാപ്പ് ചെയ്യുന്നൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ റെഫറലൊക്കെ ഓൾറെഡി സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് നോക്കുക. നമ്മളും ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അവിടെയും ഹിറ്റ് കോയിൻസ് ഇറങ്ങി അവിടെ ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ അതും ആയിരിക്കാം ഇപ്പോൾ അവിടെ നോട്ട് കോയിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ കുറേ തരത്തിലുള്ള ഷിറ്റ് കോയിൻസ് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. സോ അതും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, സോ അതിനുശേഷം നോക്കുകയാണെങ്കിൽ ഓർഡിനൽസ് ഉണ്ട്, 10% പമ്പ് ചെയ്തിട്ടുണ്ട്. തീറ്റ നെറ്റ്വർക്ക് ഉണ്ട്. വൈറ്റ് ബിറ്റ് ടോക്കൺ തീന ഒരു 5% പമ്പ് ചെയ്ത് 1.42 എത്തിയിട്ടുണ്ട്. സോ അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ആൻഡ് പിന്നെ വിഫ് ഒരു 5% പമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ BNB പമ്പ് ചെയ്തിട്ടുണ്ട്, ഒരു 5%. പിത്ത് ടോക്കൺസ് പമ്പ് ചെയ്തിട്ടുണ്ട്. പിത്തും എല്ലാം നല്ല രീതിക്ക് പമ്പ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് പോയി നോക്കുകയാണെങ്കിൽ യൂണിസ്വാപ്പുമായി ബന്ധപ്പെട്ട് വലിയൊരു ന്യൂസാണ് വന്നിട്ടുള്ളത്. SECയുടെ പുതിയൊരു കേസ് യൂണിസ്വാപ്പ് ലാബിനെതിരെ വന്നിട്ടുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു കൊല്ലങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സമരമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി കാണാനായിട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഏകദേശം $10 ഇപ്പോൾ അതിൻ്റെ പ്രൈസ്. ഏകദേശം ഒരു 16% ഒരു ഡൗൺ ഉണ്ടായിട്ടുണ്ട് യൂണിസ്വാപ്പിൻ്റെ ടോക്കണിൻ്റെ ഭാഗത്ത്. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നത് എന്നുള്ളത്. താഴേക്ക് പോയാൽ ടാവോ എന്ന് പറഞ്ഞുള്ള ബിറ്റ്ആൻസർ ഒരു 10% താഴേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ CKB ഒരു 7% താഴേക്ക് വന്നിട്ടുണ്ട്. CBC 1% താഴേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഫാൻറ്റം താഴേക്ക് വന്നിട്ടുണ്ട്. കോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം താഴേക്ക് വന്നിട്ടുണ്ട്. ഫ്ലെയർ വന്നിട്ടുണ്ട്. അതൊക്കെ മൈൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മാർക്കറ്റിൽ ടോട്ടലായിട്ട് നോക്കുമ്പോൾ താഴേക്കൊന്നും മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ചാർട്ട് നോക്കുകയാണെങ്കിൽ BTCയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ BTC നമ്മൾ പറഞ്ഞിരുന്നൊരു ലൈൻ ഉണ്ടായിരുന്നു, അതും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം 470 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്നൊരു പമ്പ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ ഇതിനു മുമ്പ് വരച്ച് വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു. സോ ഈ നേരം കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് കാണാനായിട്ട് പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് വീണ്ടും പമ്പ് ചെയ്ത് മുകളിലേക്ക് വരുന്ന ഒരു ബിറ്റ് കോയിൻ ആയിരിക്കും നമുക്ക് ഇനിയും കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഒരു 8-7 ദിവസമേ ഉള്ളൂ ഇനി നമുക്ക് എന്ത് വരാനായിട്ട്, ബിറ്റ്കോയിൻ്റെ ഹാവിക്ക് വരാനായിട്ട്. അതിനുശേഷം നമുക്ക് നല്ലൊരു പമ്പ് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ എന്നാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയായിരിക്കും ഇതൊക്കെ
വരാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഈത്ത് ഇപ്പോഴും നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഒരു റീജിയനിൽ ആണ് നിൽക്കുന്നത്. ഈ ഒരു റീജിയനിൽ നിന്ന് പമ്പ് ചെയ്ത് വരുന്നുണ്ട്. 3572 എന്ന് പറഞ്ഞ റീജിയനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ റീജിയനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ഒരു 3657 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം എത്ര സ്ട്രെങ്തോടു കൂടി ഇതീരിയം അത് അച്ചീവ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. സെയിം സിറ്റുവേഷൻ തന്നെയാണ് നമ്മുടെ സൊലാനയിൽ നിൽക്കുന്നത്. സൊലാന ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു 200 ടച്ച് ചെയ്ത ശേഷം അവിടെ നിന്ന് ഒരു ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഉള്ളത് നല്ലൊരു സപ്പോർട്ട് റീജിയനിലാണ്. ഈ ഒരു സപ്പോർട്ട് റീജിയൻ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. സോ അതും ഒരു പോയിൻ്റാണ്, നിങ്ങൾക്കതും നോക്കാം. സോ അതൊക്കെയാണ് നമുക്കിപ്പോൾ മേജറായിട്ടുള്ള ടോക്കൺസിലൊക്കെ ഉള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തായാലും SECയുടെ കേസ് നോക്കിയാൽ SEC വാൺസ് യൂണിസ്വാപ്പ് ലാബ്സ് ഓഫ് പൊട്ടൻഷ്യൽ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ. എന്തായാലും ഒരു എൻഫോഴ്സ്മെൻറ്റ് ആക്ഷനാണ് വരുന്നത്. എന്തായാലും പുതുതായിട്ട് ഇപ്പോൾ കോയിൻ ബേസിനെതിരെ ഉണ്ടായിരുന്നു, റിപ്പിളിനെതിരെ ഉണ്ടായിരുന്നു, യൂണിസ്വാപ്പിനെതിരെയാണ് അടുത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കുമ്പോൾ ഇത്തരത്തിൽ മേജറായിട്ടുള്ള ഈ ക്രിപ്റ്റോ പ്ലെയേഴ്സിനെയാണ് ഇവരെ എയിം ചെയ്യുന്നത്. യൂണിസ്വാപ്പിനെ എയിം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈയുടെ കിങ് യൂണിസ്വാപ്പ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വോളിയം മറ്റേ ജനറേറ്റ് ചെയ്യുന്നത്. യൂണിസ്വാപ്പ് തന്നെയാണ്. സോ അതെപ്പോഴും ഒരു പോയിന്റ് തന്നെയാണ് യൂണിസ്വാപ്പ് എന്താണ് ഇങ്ങനെ വരുന്നത് എന്നുള്ളത്. സോ എന്തായാലും ആ ഒരു സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതും കൂടി ഉണ്ട്. സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇതൊക്കെ പ്ലേ ഔട്ട് ആവാനായിട്ട് പോകുന്നത് എന്നുള്ളത്. സോ അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഇതിൽ യൂണിസ്വാപ്പിനെ കുറിച്ച് പറയുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് സംസാരിക്കാവുന്നതാണ്. സോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പങ്കുവെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.